ഗൈസ്, അപ്പോൾ നേരമൊക്കെ നന്നായിട്ട് ഇരുട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ വൈകിട്ടത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ അടുക്കളയിൽ വന്നിട്ട് ഞാൻ നേരെ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങ് അരച്ചങ്ങ് മാറ്റി വെച്ച് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയുള്ള പൊടിയെല്ലാം കൂടെ കുഴച്ച് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാൻ ഞാൻ കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ കുക്കറിനകത്തിട്ടങ്ങ് വേവിച്ച് വെച്ച് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതങ്ങ് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയുള്ള സവാള, തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിന് വേണ്ട പൊടികളെല്ലാം ഇട്ട് മൂപ്പിച്ചെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതിന് വേണ്ട ചാറിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. പലയിടത്തും ഇതിനെ നൂലപ്പം, വീശപ്പം എന്നൊക്കെ പറയുമെങ്കിലും ഞങ്ങളിതിനെ പൊതുവേ ഇടിയപ്പം എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്കും അങ്ങനെ ഒട്ടേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇടിയപ്പം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങ് കറിയും പിന്നെ ഒരു കട്ടൻ ചായയും കൂടെ കൂട്ടി നല്ലൊരു പിടി അങ്ങ് പിടിച്ചിട്ട്. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സി യു, ടേക്ക് കെയർ, ബൈ.